അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ കാരത്തൂര് വീരാഞ്ചിറ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ കാരത്തൂര് വീരാഞ്ചിറ റോഡിൻ്റെ അവസ്ഥയെ കുറിച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ആ വീഡിയോ ഈ റോഡിൻ്റെ അവകാശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഈ റോഡിൻ്റെ അവകാശങ്ങൾ ആരാണോ അതിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാരണം എന്തായെന്ന് വെച്ചാൽ അത്രയും ദയനീയമായൊരവസ്ഥയാണ് ഈ റോഡ്, കാരത്തൂര് വീരാഞ്ചിറ റോഡ്. കാരണം മെയിനായിട്ടുള്ളൊരു റോഡാണ്. അതായത് നമ്മൾ വേങ്ങാടിയിൽ നിന്ന് വന്നിട്ട് ചമ്പ്രവട്ടം ഭാഗത്തേക്ക് പോകാനും വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ട് റോഡ്. പെരിന്തല്ലൂർ ഭാഗത്ത് നിന്നും തിരൂർ വേങ്ങാടി ഭാഗത്തേക്കും ചമ്പാല കാരത്തൂർ ഒരുപാട് ഭാഗത്തേക്ക് പോകാനുള്ള ഷോർട്ട് കട്ട് റോഡ് ഈ ഒരു വീരാഞ്ചിറ കാരത്തൂർ റോഡ്. ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദയനീയമാണ്. അന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അവകാശം ഇന്നിപ്പോൾ ഇതിൽ ഏതായാലും ഇലക്ഷനൊക്കെ വരാം. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അവകാശങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. കാരണം പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മളെ പുതിയ എൻ്റെ ചെറുപ്പം മുതൽ ഈ റോഡ് ഈ കോലത്തിൽ തന്നെ ഇന്ന് വരെ ഈ റോഡ് നേരാക്കിയിട്ടില്ല. അതിൻ്റെ ഇടയിലൊരു പ്രാവശ്യം നേരാക്കിയിട്ടുണ്ട്. അത് ഇതിനേക്കായി പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് വീണ്ടും കേടുന്നു. കാരണം പണ്ട് നമ്മളെ മാഹി കേന്ദ്രഭരണ പ്രദേശമാണ്, കേരളത്തിൽപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് പറയുന്നത് പോലെ കാരത്തൂര് വീരാഞ്ചിറ റോഡ് എന്നിവ കേരളത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഭരണപ്രദേശങ്ങളിൽ പെട്ട സ്ഥലമാണോ എന്നൊന്നും അറിയില്ല. കാരണം ഈ ഒരു റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഇന്ന് മുതൽ ഇന്ന് വരെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ്. ഇത് പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ പറയും ഇത് ബ്ലോക്കിൻ്റെ റോഡാണ്. ബ്ലോക്കിൻ്റെ അവസ്ഥ ചോദിച്ചാൽ പറയും ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിനോട് ചോദിച്ചാൽ പറയും ഇത് PWD റോഡാണ്. സത്യത്തിൽ ഈ റോഡിൻ്റെ അവകാശികൾ ആരാണ്, ഈ റോഡിൻ്റെ അവകാശികൾ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ദയനീയ അവസ്ഥയാണ് ഈ റോഡ്. കാരണം പണ്ട് പപ്പ് പറഞ്ഞ മാതിരി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വെട്ടിച്ചിട്ടും കൂടി പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഇതിൻ്റെ അധികാരികളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമുക്ക് ഈ റോഡ് നന്നാക്കണ്ടേ. ഇതിനിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഇത് പറയും ഇന്ന സംഭവമാണ്, ഇന്ന സംഭവമായിട്ടാണ് ഈ റോഡ് ചെയ്യാത്തത്, അങ്ങനെ ആരെന്ത് പറഞ്ഞാൽ ഈ റോഡ് നമുക്ക് നേരാക്കി കിട്ടണ്ടേ. കാരണം പ്രത്യേകിച്ച് വീരാഞ്ചിറ കാരത്തൂര് പെരുന്നാളിനോടൊക്കെ സംബന്ധിച്ച്